ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. മച്ചന്മാരെ, നമ്മൾ ഇന്ന് കുറച്ച് വെഡ്ഡിങ് വീഡിയോസ് കാണാൻ പോവുകയാണ്. ടൈപ്സ് ഓഫ് വെഡ്ഡിങ് വീഡിയോസ് അല്ലേ? അതന്നെ സംഭവം, അതന്നെയാണ്. നമ്മളിൽ പലരും കാണാത്ത കുറച്ച് വീഡിയോസുകളാണ്, കുറച്ച് വെഡ്ഡിങ് വീഡിയോസുകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് കുറച്ച് കൂടുതൽ ചിരിക്കാനുണ്ടാവും. നമുക്ക് വീഡിയോ എടുക്കാം. ഓക്കെ, ഫസ്റ്റ് വീഡിയോ നോക്കാം നമുക്ക്. ഈ വീഡിയോ ചിലപ്പം ചില ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവാം. ഓക്കെ, കാണാത്തവർ കണ്ടോ? ഗൈസ്, ഇത് സംഭവം തുണി ചവിട്ടിപ്പോയതാണ്. ആ ചവിട്ടിപ്പോയതാണോ ചവിട്ടിപ്പിച്ചതാണോ എന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. അതായത് അത് ക്രിയേറ്റ് ചെയ്ത വീഡിയോ ആണ് എന്നൊക്കെ പലരും പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്ന് നമുക്കറിയില്ല. എന്തായാലും കോമഡി ആയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങനെ സംഭവിക്കാം ചില ആളുകൾക്ക്. എന്തായാലും കോമഡി ആയിട്ടുണ്ട് ഇല്ലേ? ചിരിച്ചില്ലേ? ചിരിക്കാത്തവർ ചിരിക്കണ്ട. ഓക്കെ, നെക്സ്റ്റ്. ഇത് കണ്ടാൽ നിങ്ങൾ എന്തായാലും ചിരിക്കും. മതിയടേ, ഈ വീഡിയോ സ്പീഡാക്കിയിട്ടാട്ടോ, സ്പീഡാക്കിയിട്ടാണുള്ളത്. മതിയടേ എടാ, അതിനെ എടാ എന്തൊരു കഷ്ടമാന്നേ, എന്തൊരു കഷ്ടമാന്ന് നോക്കിയേ. എനിക്ക് ഒന്ന് എങ്ങോട്ടും ചാടിപ്പോവാതിരിക്കാൻ വേണ്ടി മുറുക്കി കെട്ടിയിടുമായിരിക്കും. ഗൈസ്, ഈ വീഡിയോയും ചിലപ്പോഴും ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പം നെക്സ്റ്റ്. ഇതെന്താ പോണേ? ന്യൂ ജനറേഷൻ പോയോ? അത് തെങ്ങിൻ്റെ മുകളിൽ ഇരുന്നിട്ട് വീഡിയോ ഫോട്ടോ എടുത്താണ്. എന്താ മോനെ, അവൻ വീയാൻ പോകുമ്പോൾ പറയാം, ഞാൻ ഒറ്റയ്ക്ക് പോകുന്നില്ല, ഞാൻ നിന്നെയും കൂട്ടിയേ പോകുന്നുള്ളൂ എന്ന്. ഇതൊക്കെ മലയാളികൾ തന്നെയാണ്. ഈ മൂന്നെണ്ണം ഇപ്പോൾ കണ്ട 3 വീഡിയോയും മലയാളികളുടെ വീഡിയോ തന്നെയാണ്. എന്തായാലും കൊള്ളാം. നെക്സ്റ്റ്. ഇത് മലയാളികളല്ല കേട്ടോ. ഏതാടാ ഈ വെടല? എടാ നീ ചാക്കുന്നൂലാണോടാ പാൻറ്റിന് കെട്ടിയത്? ഒരു 50 രൂപൻ്റെ ബെൽറ്റെങ്കിലും മേടിച്ചിട്ടൂടെ നിനക്ക്? ചിലപ്പോൾ ഏതെങ്കിലും ഫ്രണ്ട്സ് പണി കൊടുത്തായിരിക്കാം. എന്തോ ആട്ടെ, എന്തായാലും അരയിൽ ബെൽറ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ലേ? അവൻ്റെ കല്യാണത്തിന് അന്ന് തന്നെ അവൻ്റെ പാൻറ് ഊരി പോകണോ? എന്തായാലും കൊള്ളാം, വേറെ ലെവലായിട്ടുണ്ട്. നമുക്ക് എന്തായാലും അടുത്ത് കാണാം. ഇത് കാണുമ്പം എല്ലാവർക്കും, അതായത് വ്യൂവേഴ്സിനും എല്ലാവർക്കും ചിരി വന്നിട്ടുണ്ട്. ഈ വീഡിയോ നല്ലപോലെ കളിച്ചിട്ടുണ്ട് കേരളത്തിൽ. ഇതും മലയാളികളുടെ വീഡിയോ ആണ്. അത് സംഭവം എന്താണെന്ന് വെച്ചാൽ, അച്ഛന് റൊമാൻറ്റിക് വന്നതാ. റൊമാൻറ്റിക് അച്ഛന് മകൻ്റെയോ ആരെയോ കല്യാണം, എനിക്കറിയില്ല ആരായാലും. ഈ ഞാൻ മുമ്പേ ഇത്ര നേരം കാണിച്ചതിലുള്ള ആരും കല്യാണം കഴിഞ്ഞവരാരും ഈ വീഡിയോ കാണുന്നില്ലല്ലേ? കാണുന്നുണ്ടെങ്കിൽ മ്യാമനോടൊന്നും തോന്നരുതേ, മ്യാമൻ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ അച്ഛൻ റൊമാൻറ്റിക് വന്നത് തന്നെയാണ്, വേറൊന്നും വന്നതല്ല. എന്തായാലും കൊള്ളാം, ചിരിക്കാനുള്ള വകയുണ്ട്. നമുക്ക് അടുത്ത് കാണാം. ഇത് വേറെ അനുഗ്രഹിക്കണം. പുരുഷൻ അനുഗ്രഹിച്ചാണ്. എന്തായാലും കൊള്ളാം. ഇതും കണ്ടിട്ട് കേരളത്തിലുള്ള വീഡിയോസ് തന്നെയാണ്, കേരളത്തിൽ നടന്ന കല്യാണമാണെന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാം, നമുക്ക് അടുത്ത് കാണാം. എന്തുവാടാ നീ എറിഞ്ഞെന്താ? എന്താ തിരിച്ചു വരാത്ത സാധനം? കല്യാണ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും നടുവിൽ നിന്നിട്ടാണ് അവൻ അങ്ങനെ കാണിച്ചത്. അപ്പോൾ എനിക്ക് ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മിക്കവാറും അവൻ ആ പെൺകുട്ടിയുടെ അടുത്തുനിന്ന് തേപ്പ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതിന് ഒരു പ്രതികാരം വീട്ടാൻ വേണ്ടി അവളുടെ കല്യാണത്തിന് പോയതായിരിക്കാം. അതാണ് അവളിങ്ങനെ കണ്ടോ അണ്ടി പോയ അണ്ണാനെ പോലെ ഇങ്ങനെ നിൽക്കുന്നേ. എന്തായാലും ഞാനിതിനെക്കുറിച്ചൊന്നും പറയുന്നൊന്നുമില്ല.
നിങ്ങൾക്ക് അറിയാലോ അല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത കാണാം. എടാ അങ്ങനെ അല്ലടാ. അയ്യോ ചേട്ടാ, പശുവിനെ കെട്ടുമ്പോലാണോ കെട്ടുന്നത്? ഇത് എനിക്കതല്ല തോന്നുന്നു. ഈ കല്യാണത്തിൻ്റെ അന്ന് തന്നെ ഈ പശുവിനെ പോത്തിനൊക്കെ കെട്ടുന്ന പോലെ താലി കെട്ടാൻ എങ്ങനെ മനസ്സ് വരുന്നു? ജീവിതത്തിൽ ഇന്നേ വരെ ഒരാളുടെയും കല്യാണം കണ്ടിട്ടില്ലേ ഇവരൊന്നും? ഇങ്ങനത്തെ കുറച്ച് വീഡിയോസ് ഉണ്ട്. കല്യാണത്തിന് അന്ന് തന്നെ ഇങ്ങനെ കൈ ഇങ്ങനെ വിറച്ച് കളിക്കുക. അത് വേറെ കാര്യം. അത് കല്യാണം കഴിക്കാത്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കല്യാണം കഴിച്ചവരോട് നിങ്ങൾ ചോദിച്ചു നോക്കുക. അപ്പോൾ നെക്സ്റ്റ് കാണാം നമുക്ക്. ഇതെന്താ സാധനം? ഇത് എവിടെയാത്ത സ്ഥലം? അയ്യോ പോയി, അത് പോയടാ വേക്കോട്ട്. ഇതൊക്കെ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ പണി കൊടുക്കുന്നതായിരിക്കും. എന്തായാലും ഇതിന് ചിരിക്കാൻ മാത്രമൊന്നുമില്ല. ചിരിക്കേണ്ടി ചോദിച്ചോട്ടോ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് നടത്തണോ? ഇതെന്താ സാധനം? ഇതെന്താ പുഴയോ? പുഴയല്ല, കല്യാണ വീട്ടിൽ വെള്ളം കയറിയതാ. അത് മറ്റേ സ്റ്റുഡിയോ ലൈറ്റും കൊണ്ടാ വരുന്ന ഒരുത്തന്. സ്റ്റുഡിയോ ലൈറ്റ് കൊണ്ടുവരുന്നതിനാണോ ഇപ്പോൾ ഇത് വെഡ്ഡിങ്? അയ്യോ വെഡ്ഡിങ് അതല്ല, അത് കളറായിട്ടുണ്ട്. സ്മാർട്ട് പിക്സ് മീഡിയ. എൻ്റെ മോനെ, ഇത് ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി വെള്ളം കയറ്റിയതാണോ ഈ പറമ്പിൽ? ഏയ് അതങ്ങനെ വഴിയില്ല. എന്തായാലും കൊള്ളാം. പലരും ഈ അർബാനയിലൊക്കെ കൊണ്ടുവന്ന് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ അത് പണി കൊടുക്കുന്നതാണ്. അർബാന കണ്ടില്ലേ? മറ്റേ ആ ഒരു ടയറിൽ അങ്ങനെ ഉന്തി കൊണ്ടുപോകുന്ന സാധനമില്ല, അതിനാണ് അർബാന എന്ന് പറയുന്നത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ പറയുന്നത് അതിനെ. നിങ്ങളുടെ നാട്ടിൽ എന്നതാ പറയുന്നത് അറിയില്ല. അപ്പോൾ അതിലൊക്കെ കയറ്റിയിട്ട് കൊണ്ടുവന്ന് കണ്ടിട്ടുണ്ട്. പണി കൊടുക്കുന്നതാണ്, ചങ്കുകളൊക്കെ കൂടെ പണി കൊടുക്കുന്നത്. അത് വേറെ കാര്യം. അപ്പോൾ അതേപോലെ ഓട്ടോമാറ്റിക്കലി ഒരു പണി വന്നു മഴ പെയ്തുകൊണ്ട്. അങ്ങനെ വിചാരിച്ചാൽ മതി. അപ്പോൾ അടുത്ത കാണാം നമുക്ക്. സൗമ്യ ആരാന്നോ? എവിടെ ഇതെന്തുവാടാ ഇത്? എടാ ഇത് ഏത് നാട്ടിലാടാ? ഞാൻ ഇതേവരെ ഇങ്ങനെ ഒരു സംഭവം കണ്ടില്ല കേട്ടോ. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ ഇതെന്താ സംഭവം ഒന്ന് പറഞ്ഞു തരിക. കല്യാണത്തിൻ്റെ അന്ന് തന്നെയാണ് എന്തായാലും, കണ്ടിട്ട് അങ്ങനെ തോന്നുന്നത്. ഇതെന്തുവാടാ ഇത്? നമുക്ക് അടുത്ത കാണാം. ഓ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ. അന്ന് അങ്ങനെ പറഞ്ഞാൽ മതി. ഇത് രണ്ടുപേർക്കും വേണ്ട, അവക്കും വേണ്ട അവനും വേണ്ട, ആർക്കും വേണ്ടാതാണ് കല്യാണം കഴിച്ചേ. ആർക്കും ഇഷ്ടമല്ലാതാണ് കല്യാണം കഴിച്ചേ. ഇവർ കല്യാണത്തിന് മാല ഇടുമ്പോൾ അടി കൂടുക. ഞാൻ ഫസ്റ്റ് ഇടും, ഞാൻ ഫസ്റ്റ് ഇടും, നീ ഇടണ്ട, ഞാൻ ഇടും ഫസ്റ്റ്. ഇതൊക്കെ ഏത് നാട്ടിലാടാ ഇത്? എന്തായാലും കേരളത്തിലല്ല. അത് കണ്ടാലറിയാം. ആ തലയിലുള്ള കിരീടമൊക്കെ കണ്ടാൽ അറിയാം നമുക്ക്. എന്തായാലും അടുത്ത് കാണാം. അതൊരാൾ സംഭവം മനസ്സിലായോ? മനസ്സിലാത്തവർക്ക് പറഞ്ഞുതരാം. അയാളുടെ കയ്യിൽ മാല കൊടുത്തതാ ആ ചേച്ചിയുടെ കഴുത്തിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അയാൾ ഇങ്ങനെ കഴുത്തിങ്ങനെ കാണിച്ചെടുത്ത്. അത്രയും നടന്നില്ല, ഒരു സെക്കൻഡ് മാത്രം ഉള്ളത്. പക്ഷെ എല്ലാവരും ചിരിച്ചു. അതാണ്, ചിരിക്കാൻ മാത്രമുണ്ട്. പക്ഷെ ഇവിടെ ചിരിക്കാനുള്ളൊരു വകയുണ്ട്. അതാണ് സംഭവം. അപ്പോൾ യെസ്, അപ്പോൾ അത് കഴിഞ്ഞിട്ടോ നിങ്ങളിപ്പോൾ എത്ര കല്യാണം കണ്ട്? അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത് കാണാം. ഇതെന്തുവാടാ? ഓ, കടൽ തീരത്ത് നിന്നാണ് കല്യാണം കഴിച്ചത്. കല്യാണം അവിടെ എന്താ സ്റ്റേജൊക്കെ ഉണ്ട്. ഇവരെ നാട്ടിൽ കടൽ തീരം മാത്രമേ ഉള്ളൂ. വേറൊന്നും ഇല്ലേ? വേറെ എത്രയോ സ്ഥലം ഉണ്ടല്ലോ. അവിടെ പോയി കല്യാണം കഴിച്ചാൽ പോരെ. ഇത് മെയിൻ ആകാൻ വേണ്ടി അവിടെ ബീച്ചിൽ പോയിട്ട് കല്യാണം കഴിക്കണോ? സ്റ്റേജൊക്കെ ഇട്ട് വെച്ചിട്ട് നന്നായിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. നമുക്ക് എന്തായാലും അടുത്ത് കാണാം ഗൈസ്. ഓ, കേക്ക് മുറി. എടാ അതിനെ തള്ളിയിട്ടടാകെ. യോ, കൈയൊക്കെ മുറിഞ്ഞ് കേക്ക് മുറിച്ച് അടി ഉണ്ടാക്കി ഗൈസ്, ചെക്കനും പെണ്ണും. അയ്യേ, എന്തുവാടെ ഇത്? നല്ലൊരു ദിവസമായിട്ട് അടി ഉണ്ടാക്കുന്ന ഗൈസ്. ഫസ്റ്റ് തന്നെ
പിന്നെ എങ്ങനെയായിരിക്കും പിന്നെ എങ്ങനെയായിരിക്കും എന്ന് ചിന്തിച്ചാൽ പോരെ നമുക്ക്. നെക്സ്റ്റ് ഇതെന്താടാ സൈക്കിൾ മലി ഗൈ, സ്നോ അല്ലേ, സ്നോ തന്നെ. എൻ്റെ മോനെ ഫുള്ള് സ്നോ സീന് ഗൈസ്. ഇത് ഈ സ്നോ ഒരുപാട് ആളുകൾ ഇങ്ങനെ കല്യാണ പെണ്ണിൻ്റെയും ചെക്കൻ്റെയും മേത്തോട്ടും പിന്നെ ഈ ബർത്ത്ഡേ ആരുടെ ഉള്ളതെന്ന് വെച്ചാൽ അവരുടെ മേത്തോട്ടൊക്കെ ഇങ്ങനെ എനിക്ക് നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ ചെവിയിലൊക്കെ കേക്ക് കയറി ഞാൻ പോയിട്ട് 2 ദിവസം ഉറുമ്പ് ഇങ്ങനെ നടന്നായിരുന്നു. അപ്പോൾ അതേപോലെ ഈ കേക്കും സ്നോവും കൂടി കയറിയാ ചെവിയിൽ. അപ്പോൾ അതേപോലെ ഈ സ്നോ അങ്ങനെ അടിച്ചിങ്ങോട്ട് കയറ്റുന്നത് ഭയങ്കര സുഖമുള്ള പരിപാടിയായിരിക്കും. പക്ഷേ അത് ഭയങ്കര ഡേഞ്ചറായിട്ടുള്ളൊരു സാധനമാണ്. അതെന്തോ തീ പിടിക്കുക അങ്ങനെ എന്തൊക്കെ സംഭവമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ കൂടുതൽ അടിക്കുന്ന ആളുകൾ കുറച്ചൊക്കെ അടിക്കാമെന്നും കുഴപ്പമില്ല. ഒരു താടി മീശയൊക്കെ വരച്ചു കൊടുക്കുക, അല്ലാത്ത അതിന് പ്രശ്നമൊന്നുമില്ല. അല്ലാതെ കൂടുതലായാൽ അമൃതം എന്തായിരുന്നു, അമിതമായാൽ അമൃതം വിഷമൊന്നുമല്ലേ, അതേ ആ സാധനമാണിത്. അടിക്കുക കുഴപ്പമൊന്നുമില്ല, 2-3 എണ്ണമൊക്കെ അടിക്കുക, പുറത്തൊക്കെ അടിക്കുക, തലയിലൊക്കെ അടിക്കുക, കുഴപ്പമൊന്നുമില്ല. പക്ഷേ മുഖത്തൊക്കെ അടിക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കുക. കുറേ അടിച്ച് കയറ്റുമ്പോൾ അത് തീ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ എന്തോ ഒരു സംഭവമാണത്. പല വീഡിയോയും കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പം സൂക്ഷിക്കുക. അപ്പം നെക്സ്റ്റ് ഇതെന്താടത്, വിഷ് യു എ ഹാപ്പി മാരീഡ് ലൈഫ്. ഇതെന്തുവാടത്, ബാംബു ബോയ്സോ? ഇത് മറ്റേ തേക്കിൻ്റെ ഇലയാണല്ലോ. ഇതൊക്കെ ഫ്രണ്ട്സ് പണി കൊടുക്കുന്നതാണ് ഗൈസ്. ഇങ്ങനെ കുറേ സംഭവങ്ങൾ നേരത്തെ കാണിച്ച ആ സ്നോ പിന്നെ ഈ ഇല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഫ്രണ്ട്സ് പണി കൊടുക്കുന്നതാണ്. സൂക്ഷിക്കുക നിങ്ങൾ. കല്യാണത്തിന് ഇങ്ങനെയുള്ള പണികളൊക്കെ കിട്ടും. ഇങ്ങനെ എന്തൊക്കെയോ കളി കൂടിപ്പോയിട്ട് മരിച്ചു പോയത് വരെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സൂക്ഷിക്കുക, കുഴപ്പമൊന്നുമില്ല. നല്ല വീഡിയോ. ഈ കുറച്ച് മുമ്പേ കണ്ട വീഡിയോസൊക്കെ പൊളിയായിരുന്നു, വേറെ ലെവലായിരുന്നു. വെറൈറ്റി ഈ കല്യാണത്തിനും വേണ്ടേ കുറച്ച് വെറൈറ്റി ഒക്കെ. നമ്മൾ കല്യാണം കഴിച്ചില്ലെങ്കിലും കാണുമ്പോൾ ഒരു സുഖം വേണ്ടേ. അതുകൊണ്ടൊന്നുമില്ല. ഇവിടെ 2 ആഴ്ച എൻ്റെ വീട്ടിൽ റെഡി 2 ആഴ്ച കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലെ ഫസ്റ്റ് കല്യാണം വരാൻ പോവുകയാണ്. എന്താകുമോ എന്തോ അറിയത്തൊന്നുമില്ല. അപ്പോൾ പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. വീഡിയോ ആരോ കണ്ടോടേ ഫുള്ള്? കണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യടേ, നോക്കട്ടെ കണ്ടിട്ടുണ്ടോയെന്ന്. അപ്പോൾ എന്തായാലും ഒരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. ബൈ.